Good morning, all. Good morning. Good morning. We're sponsoring yellow. Class 11. Okay. എല്ലാവരും ഒക്കത്തിൽ നിന്ന് പയ്യെ നീറ്റ് വരുന്നുള്ള ഗുഡ് മോർണിംഗ് പറയാനായിട്ട്. ഓക്കെ, ക്ലാസ് കേട്ട് ക്ലാസ്സിൽ ലയിച്ചിരിക്കുന്ന എല്ലാവരും. ഓക്കെ, നേരെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പബ്ലിക് റിലേഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ ലാസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി അല്ലെ. നമ്മൾ പബ്ലിക് റിലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അളക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നോക്കിയത്. പോയിന്റ്സുകളായിരുന്നു. ദെൻ ആ പോയിന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Then ഒരു പ്രാവശ്യം കൂടി നോക്കാം പോയിന്റ്സ്. Patient satisfaction surveys, general opinion poll, quality of care using checklist, number of complaints received, extent of voluntary effort by the community, turnover, health staff, consistency of attendance of the patients in clinics and health centers, donations in patients who live against medical advice. The detail ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാറ് കേട്ടോ. Then ഇനി നമ്മൾ നോക്കാറുള്ളത് ഈ സെയിം, അതായത് ഇൻഡിക്കേറ്റേഴ്സിന് തന്നെ വീണ്ടും ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും സെപ്പറേറ്റ് ചെയ്തിട്ട് ബോക്സ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് വായിച്ചപ്പോൾ. ദെൻ വീണ്ടും ജസ്റ്റ് അത് തന്നെ ഒന്ന് ബോക്സ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് ഓരോ ഇൻഡിക്കേറ്റേഴ്സ്. നോക്കാം. Indicators for measuring public relations helps to identify ways of improving medical care, ultimately translates into better and happier patients. Okay, അപ്പോ നമുക്ക് ഇംപ്രൂവ്മെന്റ്സിലൂടെ പേഷ്യൻസിനെ ബെറ്റർ ആക്കാനും അതുപോലെ ഹാപ്പിയർ പേഷ്യൻസ് ആക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് വണ്ണാണ് പറഞ്ഞത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മള് മോണിറ്ററിംഗ് ആൻഡ് മോണിറ്ററിംഗ് പറഞ്ഞ ചാപ്റ്ററിൽ ഓർമ്മയൊക്കെ പഠിച്ചത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ്, സർവേയുടെ ഒരു ക്വസ്റ്റിനെയർ മോഡലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആ ഒരു ചാപ്റ്റർ മോണിറ്ററിംഗ് അല്ലെ? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നില്ലേ? ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആയിരുന്നോ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ്? ഓർക്കുന്നുണ്ടോ? യെസ് അല്ലെ? അപ്പൊ അതിൽ നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്ന് കണ്ടു. സർവേയുടെ ക്വസ്റ്റിനെയർ മോഡൽസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. നോക്കാം. Patient satisfaction survey can be conducted by an outdoor survey agency or done as in house survey. നമുക്കൊന്നില്ലെങ്കിൽ ഹൗസ് സർവേ ആയിട്ട് വീടുകളിൽ സർവേ നടത്താം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഏജൻസികളെ നമ്മൾ അതിൽ പഠിച്ചിരുന്നു. മറ്റ് ഇൻഷുറൻസ് അങ്ങനെയുള്ള മറ്റ് ഏജൻസികളെ നമുക്ക് ഈ സർവേ നടത്താനായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. A survey questionnaire with option is provided to the patients. സർവേയുടെ ക്വസ്റ്റിനെയറിന്റെ മോഡലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ പറ്റില്ല എങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മോണിറ്ററിംഗിൽ നമ്മൾ പഠിച്ചില്ലേ. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിന് ഓപ്ഷൻ ഉണ്ടാകും അല്ലെ. ഓപ്ഷൻ എന്തൊക്കെയായിരിക്കും? ചിലപ്പോ ഗുഡ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ്, വെരി ബാഡ്, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഓരോരുത്തരുടെയും ഒപ്പീനിയൻ ആണ് അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് നോക്കി കസ്റ്റമർ കംപ്ലൈന്റ്സ്. ഓക്കെ, കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സിനെ കുറിച്ച് ഒരു കോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ കോട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ രീതിയിൽ അത്യാവശ്യം വായിക്കാനോ? ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. നോക്കാം. It is not in the complaint the customer remembers but the outcome. കോട്ട് എഴുതിയ വ്യക്തിയുടെ പേരാണ് ഐസഡോർ ഷാർപ്പ്. ഐസഡോർ ഷാർപ്പ് കണ്ടോ? കോട്ട് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ കോട്ട് ചോദിച്ചിട്ട് അത് എഴുതിയ വ്യക്തിയുടെ പേര് ചോദിക്കാറുണ്ട്. ഓക്കെ, ഐസഡോർ ഷാർപ്പ് ആണ് എഴുതിയത്. അദ്ദേഹത്തിന്റെ കോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പർ ബട്ട് ദ ഔട്ട്കം. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യൻസ് ആണ് അല്ലേ? അപ്പോ കസ്റ്റമർ റിമെമ്പർ ചെയ്യുന്നത് കംപ്ലൈന്റ്സ് അല്ലാതെ മറിച്ച് ബട്ട് ഔട്ട്കം. അതായത് ഇപ്പൊ ഒരു കസ്റ്റമർക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ട്, അപ്പൊ നമ്മൾ അവരോട് കംപ്ലൈന്റ്സ് നമ്മൾ പറഞ്ഞു. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ കംപ്ലൈന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ആണ്, അതിനൊരു ഔട്ട്കം ആണ് നമുക്ക് വേണ്ടത് അല്ലേ? കോട്ട് ക്ലിയർ അല്ല? ക്ലിയർ ആണോ? അറ്റ്ലീസ്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ല? ഓക്കെ ഓക്കെ.
ടെക്സ്റ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നേക്കാം. ഓക്കെ. It's not the complaint. ഓക്കെ, ഷാർപ്പില് ഡബിൾ എസ് വേണ്ട കേട്ടോ, SHARP മതി കേട്ടോ. ഓക്കെ. അപ്പൊ കോഴ്സിൽ പറയുന്നത് ഇതാണ്, കംപ്ലൈൻസ്. കസ്റ്റമർ എപ്പോഴും ഓർത്തിരിക്കുന്നത് കംപ്ലൈൻസ് അല്ല, മറിച്ച് അവർ കൊടുത്ത കംപ്ലൈൻസിനുള്ള ഔട്ട്കം. അല്ല, ഇപ്പൊ നമ്മളൊരു കംപ്ലൈൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈൻസിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ ആ കംപ്ലൈൻസിനുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ കസ്റ്റമർ ഓർക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കി, നമ്പർ ഓഫ് കംപ്ലൈൻസ് റിസീവ്ഡ്. Less number of the complaint received, better is the public relation. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലില് കംപ്ലൈൻസ് ബോക്സില് എല്ലാ ദിവസവും ഇങ്ങനെ ഒത്തിരി കംപ്ലൈൻസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ സർവീസ് പബ്ലിക് റിലേഷൻ മോശമാണെന്നാണ് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ലെസ് നമ്പർ ഓഫ് കംപ്ലൈൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ അതിനർത്ഥം നല്ലൊരു പബ്ലിക് റിലേഷൻ ആണ് ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അടുത്ത കോഴ്സിൽ പറയുന്നത് ജനറൽ ഒപ്പീനിയൻ പോൾ. Mostly pertains to a single question situation, a single question situation, problem that needs an answer. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് സിംഗിൾ ക്വസ്റ്റ്യന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജനറൽ ഒരു പൊതു വോട്ടെടുപ്പ് നടത്തുന്നത്. അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം, ചിലപ്പോൾ സ്റ്റാഫുകൾക്കിടയിലും അല്ലെങ്കിൽ പേഷ്യൻസിനിടയിലും എല്ലാവർക്കിടയിലായിട്ട് ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു വോട്ടെടുപ്പ് നടത്തുന്നത്. ദെൻ ആ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഓരോരുത്തരുടെയും ഏറ്റവും ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് അതിനുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നത്. പൊതുവായിട്ട് എല്ലാവരുടെയും അഭിപ്രായം നോക്കിയിട്ടാണ് അതിനുള്ള ആൻസർ കണ്ടെത്തുന്നത്. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് ബോക്സ് തുടങ്ങി നമ്മൾ വായിച്ചത് എവിടെ വരെയാണ്? ജനറൽ ഒപ്പീനിയൻ പോൾ. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്ന ഭാഗമുള്ളൂ, അധികം എന്താ പറയാ ഒരു പാഠമൊന്നും ഇല്ല. നമ്മൾ ആ പോയിന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ, വായിച്ചോ? എളുപ്പമല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. The next one, volunteers. Volunteers കേട്ടിട്ടുണ്ടാവുമല്ലോ ഒരു ടേം. എന്താണ് വോളണ്ടിയർ എന്ന് പറഞ്ഞാല്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വോളണ്ടിയേഴ്സ്. എന്താ വോളണ്ടിയേഴ്സ് ചെയ്യുന്നത്? ആരും കേട്ടിട്ടില്ല? ഹോസ്പിറ്റലിൽ അല്ലാതെ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും വോളണ്ടിയേഴ്സ് കേട്ടിട്ടുണ്ടോ? ആ, സേവനമാണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? ഇപ്പോ ഏതെങ്കിലും സംഘടനകൾക്കോ പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാകും അല്ലെ? ആ, സന്നദ്ധ സംഘടനകളും ഇപ്പൊ പൊതിച്ചോറ് അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ കുടുംബശ്രീ അങ്ങനെയുള്ള മറ്റ് SHG അങ്ങനെയുള്ള പല സംഘടനകളിലും പ്രോഗ്രാംസുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വോളണ്ടിയർമാർ ഉണ്ടാകും അല്ലെ? അപ്പൊ ഈ വോളണ്ടിയർമാർ ചെയ്യുന്നത് എന്താണ് ശരിക്കും? NSSന്റെ ഉണ്ടാകാം. ഓക്കെ, വോളണ്ടിയർമാർ ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്നത്? അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരു മേൽനോട്ടം വഹിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനും അല്ലെ? ആ പരിപാടിയെ പൂർണ്ണമായിട്ട് ചെയ്യിപ്പിക്കാനും അവരുടെ നല്ല രീതിയിലുള്ള ഒരു സേവനം ഉണ്ടാകും അല്ലേ? നോക്കാം. എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി. Voluntary are public spirited and service minded people providing extra services. അല്ലെ? ഇവര് പബ്ലിക് സ്പിരിറ്റഡ് ആയിരിക്കുന്നത്, അതായത് എന്താ പറയുന്നത്, പബ്ലിക്കുമായിട്ടും ജനങ്ങളുമായിട്ടും കൂടുതൽ ഒരു അടുപ്പമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ സർവീസ് മൈൻഡഡ്, എന്തും ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ടുള്ള. ഇനി എക്സ്ട്രാ സർവീസസ് ആണെങ്കിലും എന്ത് ചെയ്യാനും, ഇപ്പൊ ഒരു രാത്രി വരെയാണെങ്കിലും പ്രോഗ്രാം കഴിയുന്നത് വരെ അവിടെ നിന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും സന്നദ്ധരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും അല്ലെ? നമ്മൾ ബാഡ്ജ് ഒക്കെ കുത്തി നടത്തിയിട്ടുണ്ടാകും. കണ്ടിട്ടില്ലേ വോളണ്ടിയേഴ്സ്മാര്? നമ്മൾ ഓരോ പ്രോഗ്രാമിനും അവരുടെ ഒരു ബാഡ്ജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കുറെ സന്നദ്ധ പ്രവർത്തകരുണ്ടാവും കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കാനും വരും. They help patients host things in patient care areas. They help patients. പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ ഹോസ്പിറ്റലിലെ വോളണ്ടിയർമാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സെയിം നമ്മൾ നോർമലി പറയുന്ന വോളണ്ടിയേഴ്സ് തന്നെയാണ് ഇവിടെയും. സന്നദ്ധ പ്രവർത്തകരാണ്, അതുപോലെ സർവീസ് മൈൻഡഡ് ആണ്. പേഷ്യൻസിന് വേണ്ടിയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു. എക്സ്ട്രാ സർവീസസ് ഒക്കെ അവർ ചെയ്യുന്നു. പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയ. ഹോസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ ആതിഥേയൻ, അതായത് നമ്മുടെ വിസിറ്റേഴ്സും മറ്റും പേഷ്യന്റ് കെയർ ഏരിയയിലൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഹെൽപ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദാൻ പബ്ലിക് റിലേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് നല്ല വോളണ്ടിയേഴ്സ് ഒക്കെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിരിക്കും അല്ലെ? ജനങ്ങളുമായിട്ട് നല്ലൊരു അടുത്തുള്ള ഒരു വോളണ്ടിയേഴ്സ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനും വേണ്ടി എല്ലാ സർവീസും ചെയ്യാനുള്ള കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് ടേൺ ഓവർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാഫ് ടേൺ ഓവറിന്റെ കാര്യം. നോക്കാം. ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ടേൺ ഓവർ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് ഈ ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Minimal turnover of staff is an indication of good public relation of the organization. Minimal, കുറച്ച് സ്റ്റാഫ് മാത്രം പിരിഞ്ഞു പോകാനുള്ളത് അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ഓർഗനൈസേഷൻ സംഘടനയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റല് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനത്തിലായിക്കൊള്ളട്ടെ, അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഒരു സ്റ്റാഫ് പോലും ഒരു വർഷം പോലും തികച്ചു നിൽക്കുന്നില്ല. നമ്മൾ കാഴ്ചയിൽ കാണുമ്പോൾ ചിലപ്പോൾ ചിലവർ 3 മാസം നിൽക്കുന്നു, അല്ലെങ്കിൽ ചില സ്റ്റാഫുകൾ 6 മാസം നിൽക്കുന്നുള്ളൂ. ഒരു സ്റ്റാഫ് പോലും ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 1 year നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാഫുകൾ നിൽക്കാതെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ആണോ? അവിടെ പ്രോബ്ലംസ് ഉണ്ടാകും. അത് പേഴ്സണൽ ആയിട്ടുള്ള പല പ്രോബ്ലംസ് ഉണ്ടാവാം. ചിലപ്പോൾ വർക്കിംഗ് അവേഴ്സ് വ്യത്യാസം ഉണ്ടാകാം. ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള സാലറി അവർക്ക് കൊടുക്കുന്നുണ്ടാവില്ല അല്ലേ? അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ പോരായ്മകൾ ഉണ്ടാകാം. സോ മിനിമം ആയിട്ട് വളരെ കുറവ് സ്റ്റാഫുകൾ മാത്രം പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നിലനിൽപ്പിനുണ്ട് സ്റ്റാഫുകൾ. ഇനി കുറച്ച് സ്റ്റാഫുകൾ മാത്രം, അത് അവരുടെ ചിലപ്പോൾ പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് മാത്രം പോകുന്ന സ്റ്റാഫുകളാകാം അല്ലേ? അപ്പൊ മിനിമൽ ടേൺ ഓവർ എന്ന് പറയുന്നത് അവിടുത്തെ നല്ലൊരു ഗുഡ് പബ്ലിക് റിലേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Then consistency in attendance by patients. Higher patient turn up when patients are reminded of their appointment as text message.
ഇമെയിൽ ഓർ ഓവർ ദ ഫോൺ അല്ലെ നമ്മള് പേഷ്യൻസിന്റെ അറ്റൻഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ റിമൈൻഡർ ഓർമ്മിപ്പിക്കും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ വിളിച്ച് ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ മെയിൽ വഴി ഹോസ്പിറ്റലിൽ ഓർമ്മിപ്പിക്കും. അപ്പോ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ഹോസ്പിറ്റലും ആ ഒരു പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരികയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറ്റും വരും അവിടുന്ന് നമുക്ക് റിമൈൻഡർ വന്നു ഇല്ലേ, വരാറില്ലേ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് അല്ലേ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് കൂടുതലും പബ്ലിക് റിലേഷനെ കൂടുതലായിട്ടൊന്നും എന്താ പറയാ ജനങ്ങളും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുമായിട്ടുള്ള റിലേഷനെ കൂടുതൽ ക്രമീകരിക്കുക അല്ലെങ്കിൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അറ്റൻഡൻസ് കൂടുതലായിട്ട് ഉണ്ടാകും. Better the relation or contact with the patient, more consistent will be the patient's attendance. അപ്പൊ പേഷ്യൻസ് ആയിട്ട് നല്ലൊരു ഇതുപോലെ നമ്മൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരായിട്ടൊരു നല്ലൊരു ബെറ്റർ റിലേഷൻ ഉണ്ടാകും. സോ ഈ ബെറ്റർ റിലേഷൻ വിൽ ബി പേഷ്യന്റ് അറ്റൻഡൻസ് വർദ്ധിപ്പിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വോളണ്ടിയേഴ്സ് തുടങ്ങി 3 ബോക്സ് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് നോക്കാം, ഡൊണേഷൻസ്. Hospital's primary mission is to treat and rehabilitate ill patients. Underline ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്ന് പറഞ്ഞാല് to treat and rehabilitate ill patients. Rehabilitate ചെയ്യാന്ന് വെച്ചാല് പുനരുജ്ജീവിപ്പിക്കുക അല്ലെ, അസുഖമായിട്ട് വരുന്ന പേഷ്യൻസിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക. Then sometimes both the hospital and patient might fail to meet up with the charges needed for this. ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിന് അതുപോലെ തന്നെ പേഷ്യൻസിന് അതുപോലെ അധിക ചിലവുകളും ചാർജസുകളൊക്കെ വന്നേക്കാം. അപ്പൊ അത് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. Donation and charitable contributions from public come in a handy in such vital situation. So ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതുപോലെ ചിലപ്പോ ഹോസ്പിറ്റലിൽ ചിലപ്പോ എന്തെങ്കിലും ഫെസിലിറ്റികളുടെ കുറവുകളും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ കുറവുകളൊക്കെ ഉണ്ടാകും. സോ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോ അവിടെയുള്ള സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഹോസ്പിറ്റലിന് വേണ്ടി ക്ലബ്ബുകള് അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ SHO അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകള് ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോ എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ ചിലപ്പോ ക്യാമറ ചെയേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോ ക്യാഷോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സുകൾ വാങ്ങിച്ചു കൊടുത്തോ അങ്ങനെയുള്ള ഡൊണേഷൻസും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പബ്ലിക് ആയിട്ടുള്ളൊരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ശരിക്കും നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു സംഘടനകള് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞില്ല ഹോസ്പിറ്റല്. സോ അതിനാൽ ഇങ്ങനെയുള്ള സംഘടനകളും മറ്റു ഡൊണേഷൻസും ആയിട്ടുണ്ടെങ്കിലും മറ്റു കോൺട്രിബ്യൂഷൻസുകളും ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇൻപേഷ്യന്റ് ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ. നോക്കാം. When an inpatient express the desires to live against medical advice of the physician, AMA procedures is explained and the patient or responsible party sign AMA form. This accepting responsibility for their decision and it becomes a part of the medical records. More LAMA patients closer is the hospital's public relation. നമ്മൾ പഠിച്ചു, ലാമ പഠിച്ചില്ലേ? അതായത് ഡോക്ടേഴ്സിന്റെ അഡ്വൈസിന് വിപരീതമായിട്ട് ഹോസ്പിറ്റലിൽ വിട്ട് പോകുന്നവര്. സോ അങ്ങനെ പോകുന്ന പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു ഒരു AMA ഫോം കൊടുക്കുന്നു പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഡിസ്ചാർജ് പ്രോസസ്സിൽ പഠിച്ചു.
പഠിച്ചോ AMA ഫോം എങ്ങനെയാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ AMA ഫോം കൊടുക്കും. ഈ AMA ഫോമുല സൈൻ ചെയ്യിപ്പിക്കും. കൂടാതെ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഈ AMA ഫോം സൂക്ഷിക്കുന്നു. ഇവിടെ പറയുന്നത് മോർ ലാമ പേഷ്യൻസ്, ഒരു ഹോസ്പിറ്റലില് ലാമ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ക്ലോസർ ആണെന്ന്, അതായത് മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ പറഞ്ഞു ഈ പേഷ്യന്റ് ഈ AMA അല്ലെങ്കിൽ ലാമ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നവരെ പല റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു റീസൺസ് ഓർക്കുന്നുണ്ടോ? AMA പേഷ്യൻസിനുള്ള റീസൺസ് ഏതൊക്കെയായിരുന്നു? ഒന്നും ഓർമ്മയില്ല. റീസൺസ് നമ്മൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? പേഷ്യന്റ് എഗെയിൻസ്റ്റ് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ മോശമായിരിക്കാം, ഫെസിലിറ്റി പോരായ്മ ഉണ്ടാകാം, ഡോക്ടേഴ്സിന്റെ അഭാവം ഉണ്ടാകാം, ഇല്ലേ? ചിലപ്പോ സ്റ്റാഫുകളുടെ പെരുമാറ്റം മോശമായിരിക്കാം, സേവനങ്ങൾ മോശമാണ്, ഇല്ലേ? അപ്പോ ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് ഇങ്ങനെ ലാമ പേഷ്യൻസും ഈ AMA പേഷ്യൻസും വരുന്നത്. സോ ഒരു ഹോസ്പിറ്റലില് കൂടുതലായിട്ടും ഇതുപോലെ ലാമ പേഷ്യൻസും അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റിയുടെ പോരായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സിന്റെ കുറവുകള്, ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത്, സ്റ്റാഫുകളുടെ പെരുമാറ്റം, ഡോക്ടേഴ്സിന്റെ അഭാവം എന്നിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ലാമ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? പബ്ലിക് റിലേഷൻ വളരെ മോശമാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഡൊണേഷനും ലാമ അത് കൂടി കഴിഞ്ഞാൽ ആ ഒരു സെറ്റ് പോയിന്റ്സ് കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമ്മൾ ആ പോയിന്റ്സ് കഴിഞ്ഞിട്ടോ. Then letter to the editor in local newspapers. All newspapers have a page where letters from the readers are published. If there is something in the news that you want to respond or let the public know some medical situations like arising epidemics, you can write a letter to the editor and make it published. നമുക്കറിയാം ന്യൂസ് പേപ്പറില് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടോ? ആരും കാണില്ലല്ലേ? ഉണ്ടോ? ഡെയിലി ന്യൂസ് പേപ്പർ മുടങ്ങാതെ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നല്ല കുട്ടികളാണല്ലോ. എല്ലാവരും ടൈം ഇല്ലാത്തതുകൊണ്ടാണോ വായിക്കാത്തത്? അതാണല്ലോ നമ്മളുടെ ഒരു റീസൺ. രാവിലെ ഭയങ്കര നമുക്ക് പണിയായിരിക്കും, ടൈമാണ്, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറണം, കുട്ടികളെ നോക്കണം, അല്ലേ? ഓക്കെ, മൊബൈലിൽ ന്യൂസ് നോക്കും. ഓക്കെ, ന്യൂസ് പേപ്പറിന്റെ കാര്യം ചോദിച്ചത് കേട്ടോ. ന്യൂസ് പേപ്പറിൽ അറ്റ്ലീസ്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. വായിച്ചിട്ടില്ലേ? ഒട്ടും വായിക്കാത്തവരൊന്നും ഇല്ലല്ലോ. ന്യൂസ് പേപ്പർ കാണാത്തതായിട്ട് ആരുമില്ല. ഓക്കെ, അപ്പോ ഈ ന്യൂസ് പേപ്പറിലെ ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളോ സംഭവങ്ങളോ, അതായത് നമ്മൾ വായിക്കുന്ന വായനക്കാരെ എഴുതുന്നതായിട്ടുള്ളത്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഡോക്ടറോട് ചോദിക്കാമല്ലോ ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു പരാതികളെ കുറിച്ചൊക്കെ എഴുതാറുണ്ട്. ഇപ്പൊ വഴിവിളക്ക് തെളിയാത്തതും അല്ലെങ്കിൽ ഓരോ നമ്മുടെ വായനക്കാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ലെറ്റർ ടു ദ എഡിറ്ററിൽ എഴുതുന്നത്.
ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് കൊറോണ ഒക്കെ വന്ന ടൈമില് അല്ലെങ്കിൽ അപ്പൊ ഒരു പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ ഇതുപോലെ കൊച്ചിന്റെ ശല്യം വന്നതൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ആഫ്രിക്കൻ വെച്ച് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഡിസീസസ് റിലേറ്റഡ് ആയിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ നിപ്പ വന്നപ്പോ ഒരു പ്രദേശത്ത് മാത്രം വന്നപ്പോൾ അത് അവിടുത്തെ ഒരു ന്യൂസ് ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വായനക്കാർക്കുള്ളൊരു പേജാണ് അത് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഇതിനകത്തും ഇതുപോലെ നമ്മൾക്കിപ്പോ പബ്ലിക്കിന് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏതെങ്കിലും എപ്പിഡമിക്സ് പകർച്ചവ്യാധികളും മറ്റും ഒരു പ്രദേശത്ത് മാത്രം പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഈ ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറഞ്ഞ പേജിൽ എഴുതിയിട്ടുണ്ടാവും. ഡോക്ടറിനോട് ചോദിക്കാന്നുള്ളത് പേരാണ്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഞാനിവിടെ ഉദ്ദേശിച്ചതേ ഇതുപോലെ ഡോക്ടറിനോട് ചോദിക്കാം അങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ മറ്റിതുപോലെ ഇപ്പൊ നമ്മളുടെ പ്രദേശത്ത് തന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖ പകർച്ചവ്യാധി പടർന്നു പിടിക്കുക, അങ്ങനെയുള്ള നമ്മുടെ പ്രദേശം ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ട് വരുന്ന പ്രശ്നങ്ങളും ഡോക്ടറോട് ചോദിക്കാൻ നോക്കി. എനിക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് എഴുതാമോ, അതിനുള്ളൊരു സ്പേസ് ന്യൂസ് പേപ്പറിൽ ഉണ്ട്. ഓക്കെ, അതാണ് ലെറ്റർ ടു ദ എഡിറ്ററിന്. അപ്പൊ പബ്ലിക്കിനായിട്ട് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ ഒരു മീഡിയ ആണല്ലോ. സോ ഈ മീഡിയ വഴി നമുക്ക് പബ്ലിക്കിലോട്ട് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിക്കിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. മേ ബി നിങ്ങൾ ഫ്യൂച്ചറില് പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ? പബ്ലിക് റിലേഷൻ ഓഫീസർ PRO. ഓക്കെ, നോക്കാം കേട്ടോ. എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. ചുമ്മാ PRO ആക്കില്ല, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു PRO ആയിട്ട് ഹോസ്പിറ്റലിൽ അവര് വർക്കിംഗ് ജോലിക്ക് എടുക്കുള്ളൂ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഈ കഴിവുകളൊക്കെ നമ്മളിൽ ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കണം. ഓക്കെ, then qualities of a public relation officer. Ample common sense. അതുണ്ടോ? കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ അത്യാവശ്യം. ഇല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. എന്താ ടീച്ചർ എനിക്ക് മനസ്സിലായോ? കോമൺ സെൻസ് നോർമലി എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ. ദെൻ അടുത്തത് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി അതായത് ഒരു സംഘടന, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ്സുകൾ, ഒത്തിരി പേഷ്യൻസ് കടന്നു വരുന്നുണ്ട്, ദെൻ സ്റ്റാഫുകൾ ഉണ്ട്, മറ്റ് നോൺ ക്ലിനിക്കൽ ആണെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതിനുള്ള ഈ സംഘടനയെ ഒന്ന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അല്ലേ, അങ്ങനെയുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ദെൻ ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. ജഡ്ജ്മെന്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു കഴിവ് വേണം. അതുപോലെ ഒരു വസ്തുത ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു വസ്തുത ഉണ്ടായിരിക്കുക. എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇമാജിൻ ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം. അത് നിങ്ങളിലുണ്ടോ? ഈ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവേ നമ്മളിൽ എല്ലാവരിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് പുറത്തെടുക്കില്ലെന്നുള്ളൂ അല്ലേ. ചില ആൾക്കാരുണ്ട് അതിപ്പോ ഒരു കാര്യം നല്ലത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി മടിയാണ്. സത്യമില്ല ഞാൻ പറഞ്ഞത്? ആണോ? ചെയ്യാനൊക്കെ ഉള്ള കഴിവ് നമ്മളിലുണ്ട്, പക്ഷെ ഈ കഴിവ് അങ്ങോട്ട് പുറത്തെടുക്കാനായിട്ട് ഇച്ചിരി മടിയാണ്. ആണോ? സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. ഈ ചിലവർക്ക് ഉണ്ടാവും, എല്ലാവരിലും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. സമ്മതിച്ചു കൊടുക്കൂല. അത് തന്നെ സഫീറ പറഞ്ഞതാണ് അല്ലേ. പ്രോപ്പർ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെ സഫീറ? സഫീറിനല്ലാട്ടോ ഞാൻ പറഞ്ഞത്. സഫീറ കമന്റ് ഇട്ടപ്പോ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? അവൻ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ് ചെയ്തത്, പക്ഷെ എനിക്കത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. എല്ലാവരിലും അങ്ങനെ ഇല്ല കേട്ടോ. ചിലവർ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് അസൂയ കൊണ്ടായിരിക്കും ജിനി. ഓക്കെ, അസൂയ കൊണ്ടായിരിക്കും. അതാണല്ലോ റീസൺ അല്ലേ? ഓക്കെ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാട്ടോ. അത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയത് കൊണ്ട് മാത്രമല്ല, അല്ലാതെ ഇപ്പൊ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും മറ്റു എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. നമുക്ക് വേറെ ഒന്നും മുഖാനില്ല. ഓക്കെ, ദെൻ അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. എന്താണ് പറയുന്നത്?
അൾട്ടിമേറ്റ് ടേക്കിംഗ് പെയിൻ, അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവ് വേണം. ഒരു PR ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇദ്ദേഹത്തിന് പല വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, സ്റ്റാഫുകൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരാം, ദെൻ പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. സോ ഇതിനെല്ലാം നമ്മള് അതിന് സഹിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്, ലോങ് അവേഴ്സിൽ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കണം. ഇപ്പോ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇപ്പോ മോർണിംഗ് 8 AM to 6 PM ആണെങ്കിൽ ചിലപ്പോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇവരുടെ വർക്കിംഗ് ടൈം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു എമർജൻസി കേസ് വരുന്നത്. സോ അത് അറ്റൻഡ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ നമ്മൾ സന്നദ്ധനായിരിക്കണം. അതിപ്പോ ഒരു നേഴ്സ് ആണെങ്കിലും അങ്ങനെയല്ലേ. ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്, കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങാൻ പറ്റുമോ ഡ്യൂട്ടി? ചിലപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരും. ആ ടൈമിൽ അവിടെ വേറെ നഴ്സുമാർ ആരും ഇല്ല, നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ ലോങ് അവേഴ്സിൽ വർക്ക് ചെയ്യാനായിട്ട് റെഡിനെസ് ആയിരിക്കുക. ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, റിയലിസ്റ്റിക് ആയിരിക്കാം, എല്ലാ കാര്യങ്ങളിലും ഒരു എന്താ പറയാ ഒരു വ്യക്തത കാര്യങ്ങളൊക്കെ വേണം. ദെൻ അത്യാവശ്യം ഹ്യൂമർ ഒക്കെ ആയിരിക്കാം. കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി, ഇതിലെല്ലാവരും ഉണ്ടോ? കപ്പാസിറ്റി ടു റൈറ്റ്, അത്യാവശ്യം ഇംഗ്ലീഷിൽ എഴുതാനും സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടോ എല്ലാവരിലോ? അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും ഇല്ല, കഴിവുണ്ട്, പുറത്തെടുക്കാഞ്ഞിട്ടാണ് കേട്ടോ. കഴിവ് നമ്മുടെ ഉള്ളിൽ എവിടെയോ നമ്മുടെ ഉള്ളിൽ ഒരു മോഡൽ കിടക്കുന്നുണ്ട്, എഴുതാനും വായിക്കാനും എല്ലാവർക്കും കഴിവൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്ന് എന്താ പറയാ ഒന്ന് പുട്ടപ്പേന്ന് എടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പലപ്പോഴും ഇപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അതിന് മറുപടിയൊക്കെ അറിയാം, നമ്മൾ കേൾക്കുന്നത് മനസ്സിലാക്കാനൊക്കെ പറ്റും അല്ലെ. പക്ഷെ തിരിച്ചു പറയാനായിട്ട് നമുക്കൊരു പേടിയാണ് അല്ലെ, നമുക്കൊരു പേടിയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ, തെറ്റിപ്പോകോ? അതാണ് നമ്മുടെ എല്ലാവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. പറയാൻ അറിയില്ല, പേടിയാണ്. അറിയില്ല എന്നല്ല, അറിയാം, എന്തൊക്കെയോ നമുക്കറിയാം, പക്ഷെ അത് പുറത്തോട്ട് പറയാനൊക്കെ ഒരു പേടി. തെറ്റിപ്പോകേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ വീട്ടിൽ സ്വയം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ മക്കളോടാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞോളൂ, അവരും പഠിക്കട്ടെ അല്ലേ. അപ്പോ അങ്ങനെയാണ് നമ്മളിപ്പോ മേ ബി ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിന് കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും ജോലിയിൽ പ്രവേശിക്കണം അല്ലേ. അപ്പൊ ഒരു ഇന്റർവ്യൂ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ആർക്കും ജോലി കിട്ടോ? ഇല്ല, നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അവിടെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മൾ പഠിച്ചു, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തോ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സിൽ എത്ര സ്കോർ ഉണ്ടോ, അതൊന്നുമല്ല മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മുടെ ആ ഒരു ഇന്റർവ്യൂ ടൈമില് ചിലപ്പോൾ 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ആയിരിക്കും ഇന്റർവ്യൂ ടൈം. അപ്പോഴുള്ള നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ജോലി ലഭിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ എങ്ങനെയാണോ ആ ഇന്റർവ്യൂ ടൈമിൽ അറ്റൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ കഴിവ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. ഓക്കെ, മോട്ടിവേഷൻ ക്ലാസ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഈ പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പൊ ഈ പേടിയൊക്കെ നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, ദെൻ നമ്മൾ കോൺഫിഡന്റ് ആവാം. ആദ്യം നമുക്ക് വേണ്ടത് അതാണ്, നമ്മുടെ പേടിയെ മാറ്റാം, കോൺഫിഡന്റ് ആയിരിക്കാം. ഓക്കെ, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്തായാലും. സോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറയണല്ലോ, നിങ്ങളുടെ മാതാപിതാക്കളെ നിൽക്കുന്നവരെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറാം. തെറ്റിപ്പോകുന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. അതെന്തായാലും അവര് നിങ്ങൾ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് എടുത്ത് ഒരിക്കലും പറയില്ല. ഏതെങ്കിലും ഇന്റർവ്യൂവിൽ അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. അപ്പോ മെയിൻ ആയിട്ടൊരു ഇന്റർവ്യൂവിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്ത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് വേണ്ടത്, നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പോസ്റ്റിൽ കയറുമ്പോഴും ഏറ്റവും ആദ്യം വേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഓക്കെ, അതാണ് നമ്മൾ ഒരു ഇന്റർവ്യൂ ടൈമിൽ ചെക്ക് ചെയ്യുന്നത്. വേറെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങളൊക്കെ ചോദിച്ചേക്കാം. ദെൻ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡന്റോട് കൂടി സംസാരിക്കാം. ചെറിയ തെറ്റുകളൊക്കെ വരും, ഒന്നും പേടിക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ചെറിയ ചെറിയ ഇംഗ്ലീഷ് ഒക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. അതില് മാക്സിമം കയറാം. ദെൻ നിങ്ങൾ തന്നെ സ്വയം പഠിക്കാം. ദെൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കിപ്പോ യൂട്യൂബിൽ നോക്കി കാണും ഇന്റർവ്യൂ ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്. മെയിൻ ആയിട്ട് അതൊക്കെ തന്നെയായിരിക്കും വീണ്ടും വേണ്ടി ചോദിക്കുന്നത്. ദെൻ കുറച്ചും കൂടി എന്താ പറയാ, എല്ലാവരും പറയാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇത്രയുള്ള മോട്ടിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞത്. ഇടയ്ക്കൊന്ന് പറയട്ടെ.
അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് അല്ലെ, ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും എഴുതാനും അറ്റ്ലീസ്റ്റ് എഴുതാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. Then nine goals and ability to speak in public. അത്യാവശ്യം നല്ല വോയിസ് ആയിരിക്കണം എന്ന് എല്ലാവർക്കും നല്ല വോയിസ് ദൈവം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്യാവശ്യം നല്ല വോയിസ് ആയിരിക്കാം. ദെൻ അതുപോലെ തന്നെ പബ്ലിക്കിനോട് സ്പീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പലർക്കും ഒരു എന്താ പറയാ സ്റ്റേജ് ഫിയർ ഉണ്ടാകും അല്ലെ. ഒരു നാലാളുടെ മുമ്പിൽ സംസാരിക്കാനായിട്ടുള്ള പലർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സംസാരിക്കാൻ അറിയാം എങ്കിലും നമ്മളുടെ ഒരു ഭയം അല്ലെ, ഞാൻ പറയുന്നത് ശരിയാവോ തെറ്റിപ്പോകോ അല്ലെ, നേരത്തെ ജിനി പറഞ്ഞ പോലെ തെറ്റിപ്പോകോ എന്നൊക്കെ ഒരു പേടിയുണ്ടാകും. സോ ഷൈ ആണെന്ന് പറയാം. പബ്ലിക്കിന് മുന്നിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ മുന്നോട്ട് മാറ്റിക്കൊണ്ട് പറയാണ്, ഒരാളുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഒരു 4 പേര് പാട്ട് പാടാൻ പറയുകയാണ്. എത്ര പേർക്ക് പാടാൻ കഴിയും? അപ്പോഴും ഉണ്ടാവും കുറച്ച് പേര് അയ്യോ ഞാനൊന്ന് സ്റ്റേജിങ്ങനെ പാടും അല്ലെ. എന്താ പറയാ പെട്ടെന്ന് ചാടി പാടുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. എങ്കിലും ഇതില് ഒരുപാട് പേരും ഉൾവലിഞ്ഞു നിൽക്കുന്നവരുണ്ടാകും. പാടാനൊക്കെ അറിയാം, പക്ഷെ ഇവിടെ എങ്ങനെ പാടും? അതാണ് പറയുന്നത്, പബ്ലിക്കിന്റെ മുന്നിൽ എന്തും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം, കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് പബ്ലിക് ആണ്, പലരുടെയും മുന്നിൽ നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരും. പേഷ്യൻസിന്റെ മുന്നിലായാലും ഡോക്ടേഴ്സിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ വിസിറ്റേഴ്സിന്റെ മുന്നിലാണെങ്കിലും പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. സോ അവരോട് സംസാരിക്കാൻ ഒരു കഴിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ദെൻ ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, പലതരത്തിലുള്ള ക്രിയേറ്റീവ് ഐഡിയകൾ, പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ എന്താണോ അല്ലെ, ആ പ്രൊഫഷനെ കുറിച്ച് നമുക്ക് ഐഡിയ അല്ലെങ്കിൽ അറിവുണ്ടായിരിക്കണം. ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറയുന്നത് ആസ് എ ടീച്ചർ, ഇപ്പൊ ഞാൻ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിവുണ്ടായിരിക്കണം. എനിക്ക് സബ്ജക്റ്റിനെ കുറിച്ച് അറിവില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുമോ? എന്റെ പ്രൊഫഷൻ ഏതാണോ അപ്പൊ നമ്മുടെ പ്രൊഫഷൻ, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്, ദെൻ നിങ്ങൾ ജോലിയിൽ കയറുമ്പോഴും നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്, ഇമേജ് ബിൽഡിംഗ്, അതായത് ഇതുപോലെ പുതിയ പുതിയ ചിന്താഗതികളും ആശയങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു കഴിവ് വേണം. ദെൻ മീഡിയ ഒരെണ്ണം വിട്ടുപോയല്ലോ, ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഇന്റലിജൻസ് എന്താണ്? ബുദ്ധിശക്തിയൊക്കെ ഉണ്ടായിരിക്കണം. ആന്റിസിപ്പേഷൻ, എന്താ ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും കഴിവും നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനും, അതുപോലെ തന്നെ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കണം. ഏത് പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു ഫലം വേണമെന്ന്. വെറുതെ ചുമ്മാ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് കൂട്ടാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അതിന് നമുക്കൊരു ഫലം ഉണ്ടായിരിക്കണം. മീഡിയ സ്പെഷ്യലൈസേഷൻ, അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടർ ഒക്കെ അറിഞ്ഞിരിക്കാം, മറ്റു മീഡിയകളെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഇപ്പൊ മെയിൽ അയക്കാനും മറ്റും അല്ലെങ്കിൽ എല്ലാ മീഡിയകളായിട്ടും അത്യാവശ്യം അറിവ് ഉണ്ടായിരിക്കണം. ദെൻ എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, എഡിറ്റോറിയൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ നിസ്സാര ഒരു സംഭവമല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ, മനസ്സിലായോ? ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയത് നിസ്സാര ഒരു പദവിയല്ല. ഇത്രയും ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടതിന് പുറമെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ PR ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് വേണം, ക്വാളിഫിക്കേഷൻ വേണം, ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലേ. സോ ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതിനാൽ അദ്ദേഹത്തിന് ഇത്രയും കഴിവുകളൊക്കെ വേണം. ഓക്കെ. ദെൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, ഒരു പോയിന്റ് വായിക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്.
കംപ്ലീറ്റ് ചെയ്തോ? ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റ്സുകളൊന്നും മനസ്സിലാക്കി പഠിക്കാം. സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേ കേട്ടോ ക്വാളിറ്റീസ്. നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് റോൾ ഓഫ് PR ഓഫീസറിന്റെ റോള്. മെയിൻ ആയിട്ട് 4 റോളുകളാണ് പറയുന്നത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, അപ്പൊ ഈ 4 പേരുകൾ നിങ്ങൾ ആ 4 റോൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, പേരുകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഉള്ളിലുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, advocate. The public relation manager is chief advocate for the company. PR എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ, അതായത് ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്വക്കേറ്റ് ആണ്. He has to concentrate all energy on building organization. ആ ഒരു ബിൽഡിംഗ്, അതായത് ആ ഒരു ഹോസ്പിറ്റലിനെ കെട്ടിപ്പണിതുയർത്തുന്നതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് റോൾ വഹിക്കുന്ന വ്യക്തിയാണ് PR. He is spokespeakers for management. സ്പോക്ക് സ്പീക്കേഴ്സ് ആണ്, അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്, ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് PR എന്ന് പറയുന്നത്. ഇതാണ് അഡ്വക്കേഷൻ പറയുന്നത്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ദെൻ പേരുകൾ മാത്രം, റോൾസ് 4 ബൈ ഹാർട്ട് ചെയ്യണം. ദെൻ കമ്മ്യൂണിക്കേറ്റർ. The public relation manage craft communication policies and supervise development of all statement and news release for the company. നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ന്യൂസുകളും മറ്റും റിലീസ് ചെയ്യുന്നതും എല്ലാ പ്രവർത്തനങ്ങളെയും കമ്മ്യൂണിക്കേഷൻസുകളെയും പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം മേൽനോട്ടം വഹിക്കുന്നതും ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. Then sociology, psychology and good journalism are essential talents. അദ്ദേഹത്തിന് സോഷ്യോളജിയിൽ അറിവുണ്ടായിരിക്കണം, സൈക്കോളജി, അതുപോലെ നല്ലൊരു ഗുഡ് ജേർണലിസത്തെ കുറിച്ചിട്ടുള്ള ടാലന്റ് ഉണ്ടായിരിക്കണം. Then communication have to be clear, brief and relevant to audience. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, അതുപോലെ ബ്രീഫ് ആയിരിക്കണം. കറക്റ്റ് കാര്യം എന്താണോ അത് വ്യക്തതയോടുകൂടി പറയുക. ദെൻ എന്താണ്? റിലവന്റ് ടു ഓഡിയൻസ്, ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടും മറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ പ്രോബ്ലം സോൾവർ. പബ്ലിക് റിലേഷൻ മാനേജർ ഈസ് അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്പിൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ മറ്റ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി. നമ്മൾ സ്പൈൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഡോക്ടർ അല്ല, മറിച്ച് ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിയും. അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. It is he or her job to put the best face on news and information, could embarrass or defame the company's reputation. അതായത് കമ്പനിക്ക് എംബറസ് ഓഫ് ഡിഫെയിം, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന് കളങ്കം വരുന്നതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും വ്യാജ വാർത്തകളും മറ്റൊക്കെ വരികയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് അതിന് മറുപടിയൊക്കെ കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. Often she will be called upon to polish common information to platinum data that gives company more credit that would normally be due for routine accomplishment. അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് പല വ്യാജ ന്യൂസുകളും മറ്റും വരികയാണെങ്കിൽ അതിനെതിരെ സംസാരിക്കാനും ആ ഇൻഫോർമേഷൻസ് നമ്മുടെ പ്ലാറ്റിനം ഡാറ്റ, അതായത് അത്രയും അമൂല്യമായിട്ടുള്ള ഒരു ഡാറ്റയാക്കി ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് കഴിയണം. Then last one പറയുന്നത് ഒപ്പീനിയൻ മാസ്റ്റർ. The public relation manager control all outreach efforts. എല്ലാ ഔട്ട്റീച്ച്, അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും നടത്തുന്നത് ആരാണ്? കൺട്രോൾ ചെയ്യുന്നത് PR ആണ്. He is accountable for media placement, arranging organizational function. So media പരമായിട്ടുള്ള കാര്യങ്ങളും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ്. It is his duty to decide executive appropriated each situation. Make sure person approved information statement in hand. ഓരോ എക്സിക്യൂട്ടീവിലേക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സിക്യൂട്ടീവിലേക്ക് നിയമിക്കുന്നത് അദ്ദേഹമാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ 4 റോൾ ഒന്ന് പഠിക്കുക. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഇതേപോലെ പേരുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ ആണോ? ഇതിലൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ 4 റോളുകൾ.
ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. ദെൻ മീഡിയ പ്ലേസ്മെന്റ്, ഇപ്പൊ മീഡിയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവിടെയുള്ള എക്സിക്യൂട്ടീവ്സിനെയൊക്കെ നിയമിക്കുന്നതും അദ്ദേഹമാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുക ആണ് ഒപ്പീനിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ഇതിപ്പോ ഇത്രയും മതിയല്ലോ ക്ലാസ്സിലാണ്. ഓക്കെ, കുറച്ചൊരു സെക്ഷൻ കൂടി മാത്രം ഉള്ളു എടുക്കാനായിട്ട്. മതിയായോ ജിനി? ബോറടിച്ചോ? കേൾക്കാൻ വലിയ രസമൊന്നും ഇല്ലാത്ത ചാപ്റ്റർ ആണ് അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ദെൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. കുറച്ച് എന്താ പറയാ, ഇത്തിരി സാഡായിട്ടുള്ള കാര്യങ്ങളും വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സുകൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മിസ്സിന്റെ ക്ലാസ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു ലോങ് ലീവ് എടുക്കുകയാണ്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. പകരം വേറെ മിസ്സുമാരായിരിക്കും. മിസ്സുമാര് വേറെ നമുക്ക് മിസ്സുമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസ്സുമാരെ കൂടി ആയിരിക്കും മിസ്സിന്റെ ബാക്കി പോർഷൻസ് കൂടി കവർ ചെയ്യുന്നത്. അയ്യോ ഒന്നും പറയേണ്ട കുഴപ്പമില്ല. കുറച്ച് നാളത്തേക്ക് അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളോട് പറഞ്ഞില്ല, ലാസ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. ദെൻ നമ്മൾ എടുത്തിട്ടുള്ള ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ ഇനി വരുന്ന ഭാഗങ്ങള് എന്താണ്, സോ സാഡാണോ? മിസ്സിന് ചിലക്ക് പറയാറില്ലേ, സൈക്കോളജി ഒക്കെ പറയില്ലേ? അപ്പോ ചെറിയൊരു ടീച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി. നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ പഠനം ഒപ്പം പോകുന്നുണ്ട്. സോ അതിന്റെ കുറച്ച് പ്രൊജക്ട് വർക്കും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നു. ഓക്കെ, ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ. നിങ്ങളുടെ ഒത്തിരി ക്ലാസ്സുകൾ പോകുന്നുണ്ട്. സോ അപ്പൊ ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം എന്തായാലും. കാരണം നിങ്ങളുടെ ഒപ്പം തന്നെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ പഠനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് പ്രൊജക്റ്റും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളൊന്ന് മാറി നിൽക്കുന്നത് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട്, ഞാനും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. എനിക്ക് ടീച്ചേഴ്സിനോട് വിശേഷങ്ങളൊക്കെ തിരക്കാം. ഓക്കെ, നന്നായിട്ടൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ദെൻ നന്നായിട്ട് പഠിക്കാം. നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. എടുത്തത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ എന്താണ്, പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ക്ലാസ് ആണിത്. ഓക്കെ, നിങ്ങളോട് എന്താ പറയാ, ഒക്കെ പറഞ്ഞല്ലോ കേട്ടോ. പേഴ്സണലി കുറച്ച് പിന്നെ അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലേ? ദെൻ ഇപ്പോ പുതിയ ടീച്ചേഴ്സ് ഓൾറെഡി ഉള്ള ടീച്ചേഴ്സ് തന്നെയായിരിക്കും ബാക്കി പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.